ഹായ് എവറി വൺ, 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ 5ാം ക്ലാസ്സിൻ്റെ പുതിയ മാറിയ പാഠപുസ്തകത്തിലെ ആനുവൽ എക്സാമിൻ്റെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മൾ സമഗ്രയിൽ നിന്ന് എടുത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് ഓരോ ആക്ടിവിറ്റി ആയിട്ട് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി 1. ഇൻ ദി ഫോളോവിങ് റെക്റ്റാങ്കിൾ സം സ്ക്വയേഴ്സ് ഓഫ് സൈഡ് 1 cm ഈച്ച് ആർ അറേഞ്ച്ഡ്. എന്താണ്? ഒരു റെക്റ്റാങ്കിൾ ഉണ്ട് അല്ലേ? അവിടെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. ഈ റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ ഓരോ സെൻറ്റിമീറ്റർ വരുന്ന 1 സെൻറ്റിമീറ്റർ വരുന്ന സ്ക്വയേഴ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കാണുന്ന ഈ ബ്ലൂ ഷെയ്ഡിൽ കാണുന്ന ഒക്കെ എന്താണ്? 1 cm സൈഡ് വരുന്ന സ്ക്വയേഴ്സാണ്. ഇതും ഇതൊക്കെ എന്താണ്? 1 cm വരുന്ന സ്ക്വയേഴ്സാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ABC ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്ക്വയേഴ്സ് with sides of 1 cm can be arranged in this rectangle. ഈ റെക്റ്റാങ്കിളിൽ ഇതിലിപ്പോൾ ഓൾറെഡി 4 സ്ക്വയേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതേ വലിപ്പത്തിലുള്ള എത്ര സ്ക്വയേഴ്സ് നമുക്ക് ഇതിനകത്ത് അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നാണ് ചോദ്യം. നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. ഇതാ, ഇപ്പോൾ നോക്കിയേ, ഇങ്ങനെ ലെങ്ത്ത് വൈസ് ഇവിടെ 4 സ്ക്വയേഴ്സ് ഉണ്ട്. ഈ വിഡ്ത്ത് വൈസ് ഇവിടെ എത്ര സ്ക്വയേഴ്സ് ഉണ്ട്? 5 സ്ക്വയേഴ്സ് ഉണ്ട്. സോ 5 × 4 20 സ്ക്വയേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്ത് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കേണ്ടത് എങ്ങനെയാണ്? നീളത്തിൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ട് നോക്കുക, അതുപോലെ തന്നെ വീതിയിലും എത്ര സ്ക്വയേഴ്സ് ഉണ്ട് നോക്കുക. ടോട്ടൽ 5 × 4 20 സ്ക്വയേഴ്സ് ഉണ്ടാവും ഇതിനകത്ത്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. കാരണം എന്താണ്? ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണൽ എങ്ങനെയാണ്? ആ റെക്റ്റാങ്കിളിൻ്റെ അകത്ത് നമുക്ക് 1 cm വരുന്ന 1 cm സൈഡ്സ് വരുന്ന എത്ര സ്ക്വയേഴ്സ് ഉണ്ടാക്കാൻ പറ്റുമോ അത് തന്നെയായിരിക്കും അതിൻ്റെ ഏരിയ പഠിച്ചിട്ടുണ്ടല്ലേ. സോ 5 × 4 20 സ്ക്വയേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. ശ്രദ്ധിക്കണം, 1 cm ആണ് ഇതിൻ്റെ സൈഡ്സ് എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 20. ദെൻ വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദിസ് റെക്റ്റാങ്കിൾ. ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണണം. മക്കളെ പറഞ്ഞു തന്നെ, റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? റെക്റ്റാങ്കിൾ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഹൈറ്റ് ഇൻറ്റു വിഡ്ത്ത്. ഈ ഹൈറ്റും വിഡ്ത്തും തമ്മിൽ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇവിടുത്തെ ഹൈറ്റ്, ഉയരം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 cm ആണ്. ഇൻറ്റു ഇവിടുത്തെ വിഡ്ത്ത് എത്രയാണ്? 5 cm ആണ്. 4 × 5 20 cm² ആയിരിക്കും അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ഏരിയ എത്രയാണ്? 20 cm². സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 20 cm². ദെൻ വാട്ട് ആർ ദി ലെങ്ത്സ് ഓഫ് ദി സൈഡ്സ് ഓഫ് ദിസ് റെക്റ്റാങ്കിൾ. ഈ റെക്റ്റാങ്കിളിൻ്റെ വശങ്ങളുടെയൊക്കെ സൈഡ്സിൻ്റെയൊക്കെ നീളം എത്ര ഉണ്ടെന്നാണ് ചോദ്യം. എത്രയൊക്കെയാണിതാ? നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് 4 cm ഉണ്ടായിരിക്കും ഈ ഭാഗത്ത്. മറ്റേ ഭാഗത്ത് എത്ര ഉണ്ടാവും? ഇതിൻ്റെ ഹൈറ്റ് 4 cm ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 5 cm ആയിരിക്കും. ഇതെങ്ങനെ കിട്ടുക? ഓരോ സെൻറ്റിമീറ്ററുള്ള സ്ക്വയേഴ്സാണ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ 1 2 3 4 ടോട്ടൽ ഇവിടെ 4 കിട്ടും. ഇനി അതുപോലെ തന്നെ ഇവിടെ 1 2 3 4 5 ടോട്ടൽ ഇവിടെ എത്ര കിട്ടും? നമുക്ക് 5 cm കിട്ടും. സോ നമ്മുടെ ഏരിയ പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് നോക്കേണ്ടത് എന്താണ്? ഇതിൻ്റെ സൈഡ്സ് എത്ര ഉണ്ട്? സൈഡ്സ് 4 cm പിന്നെ 5 cm. ദെൻ വാട്ട് ഈസ് ദി പെരിമീറ്റർ ഓഫ് ദിസ് റെക്റ്റാങ്കിൾ. ഈ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എത്രയുണ്ട് ചോദ്യം. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ചുറ്റുള്ള അളവാണ് എന്ത്? പെരിമീറ്റർ, ചുറ്റളവ് അല്ലേ. അത് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. നോക്കിക്കോളൂ, 4 + 5 + 4 + 5. ഒന്നുകിൽ ഇങ്ങനെ ചുറ്റുമുള്ള ഈ അളവ് നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്ത് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ വേറെ ഷോർട്ട് കട്ട് എന്താണുള്ളത്? ഇവിടെ നോക്കിയാൽ 5 2 തവണ ആഡ് ചെയ്തു, 4 2 തവണ ആഡ് ചെയ്തു. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ആഡ് ചെയ്യുന്നതിന് നമുക്ക് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്മൾ പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ പഠിച്ചാണ്. 2 × 4 + 5. 4 + 5 എത്രയുണ്ട്? 4 + 5 9. അത് തന്നെയല്ലേ വീണ്ടും ഇവിടെ ആഡ് ചെയ്യണത്? 4 + 5 2 തവണ റിപ്പീറ്റ് ചെയ്ത് ആഡ് ചെയ്തതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരു തവണ ഈ നീളവും ഈ വീതിയും അല്ലേ, ഒരു തവണ നീളവും വീതിയും എന്ത് ചെയ്യുക? ലെങ്ത്തും വിഡ്ത്തും അല്ലെങ്കിൽ ഹൈറ്റും വിഡ്ത്തും എന്ത് ചെയ്യുക? അത് കൂട്ടുക. എന്നിട്ട് 2 കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്പിൾ ചെയ്യുക. സോ 4 + 5 9
2 ഇൻറ്റു 9 18 സെൻറ്റിമീറ്റർ ആയിരിക്കും ഇതിൻ്റെ പെരിമീറ്റർ. 2 ഇൻറ്റു 9 18 സെൻറ്റിമീറ്റർ ആയിരിക്കും ഇതിൻ്റെ പെരിമീറ്റർ. ശ്രദ്ധിക്കണം, ഏരിയൻ്റെ യൂണിറ്റിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നുണ്ടാവും, പെരിമീറ്ററിൻ്റെ യൂണിറ്റിൽ സെൻറ്റിമീറ്റർ എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒന്നുകൂടെ ടീച്ചർ ഈ ക്വസ്റ്റ്യന് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിക്കോളൂ. ഹൗ മെനി സ്ക്വയേഴ്സ് വിത്ത് സൈഡ്സ് ഓഫ് 1 സെൻറ്റിമീറ്റർ ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ ദിസ് റെക്റ്റാങ്കിൾ. ഈ റെക്റ്റാങ്കിളിനകത്ത് 1 സെൻറ്റിമീറ്റർ സൈഡ് വരുന്ന ഇങ്ങനത്തെ എത്ര സ്ക്വയർ അറേഞ്ച് ചെയ്യാൻ പറ്റും നോക്കുകയാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിലുള്ള സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് ഒന്ന് വരച്ചു നോക്കുക. എണ്ണി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 20 സ്ക്വയേഴ്സ് കിട്ടുമെന്ന് മനസ്സിലാക്കി. ദെൻ വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദിസ് റെക്റ്റാങ്കിൾ? ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക റെക്റ്റാങ്കിളിൻ്റെ ഏരിയ? ഇവിടെ 4 ആണ്, ഇവിടെ 5 ആണ്. സോ 5 ഇൻറ്റു 4 20 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും അതിൻ്റെ ഏരിയ. ദെൻ വാട്ട് ആർ ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി റെക്റ്റാങ്കിൾ? ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ഹൈറ്റും ഒക്കെ എത്ര ഉണ്ട് ചോദിച്ചത്. സോ ഇവിടെ 4 സെൻറ്റിമീറ്റർ, ഇവിടെ 5 സെൻറ്റിമീറ്റർ. നമ്മൾ ആൻസർ എത്രയായിരിക്കും? 4 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കും, 5 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കും. ദെൻ വാട്ട് ഈസ് ഈ പെരിമീറ്റർ? പെരിമീറ്റർ ചുറ്റളവാണല്ലേ, ചുറ്റുമുള്ള അളവാണെന്ന് ചുറ്റളവ്. ഞാൻ ഇക്വേഷൻ ഒന്നും പഠിക്കാൻ ബുദ്ധിമുട്ട് പഠിക്കാൻ ആവശ്യമില്ല. ജസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക. 5 + 4 9, 9 + 5 13, and 9 + 5 14, 14 + 4 18 സെൻറ്റിമീറ്റർ നമുക്ക് എന്ത് കിട്ടും? പെരിമീറ്റർ കിട്ടും. സോ ദാൻ ഫസ്റ്റ് ആക്ടിവിറ്റി.